പുതിയ ഐസ്ക്രീം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് തികച്ചും പഞ്ചസാര പൊടിച്ച് വേണ്ട. 1/2 കപ്പിനേക്കാളും കുറച്ച് മതി. അപ്പോൾ ഞാനത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതിക്ക് ഞാൻ ഒരു അരിപ്പ വെച്ച് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് വെക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് വാനില സ്പഞ്ച് കേക്കിലാണ്. നമുക്ക് ഇഷ്ടമുള്ള കേക്കിൽ ചെയ്യാം കേട്ടോ. വാനില കേക്കിലോ അല്ലെങ്കിൽ റെഡ് വെൽവെറ്റിലോ നമുക്ക് ഇഷ്ടമുള്ള കേക്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വാനിലയിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം അതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടി ഇടാം. പക്ഷെ ഞാൻ അതിട്ടിട്ടില്ല. ഞാൻ ഈ ഉപ്പ് നമ്മുടെ മുട്ടയുടെ കൂടെയാണ് ഇടുന്നത്. അപ്പോൾ മുട്ട ഭയങ്കര ഫ്ലഫി ആയിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലഫി ആയിട്ട് കിട്ടാതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒരു മിനിറ്റ് നല്ലവണ്ണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര, നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ പഞ്ചസാര ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ മുട്ട മണം കിട്ടാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഹൈ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കൊണ്ട്, മുട്ട നന്നായിട്ട് ബീറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് മുട്ടയുടെ മണം ഒട്ടും തന്നെ കിട്ടത്തില്ല കേട്ടോ. അപ്പം 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/4 കപ്പോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലല്ല, നമ്മുടെ പാം ഓയിലിനാണ്. പക്ഷെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പാം ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും മാറിപ്പോകത്തില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലഫി ആയിട്ട് വന്ന മുട്ട അങ്ങ് താന്നു പോകും. ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മുട്ട താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒക്കെ എല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്തവർ കുറേശ്ശെ ഇട്ട് കട്ട കെട്ടാണ്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. 2-3 ബാച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിത് വാനില കേക്കിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഐസ്ക്രീമും നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുക്കാം കേട്ടോ. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഏത് സ്പഞ്ചിൽ വേണമെങ്കിലും ചെയ്യാം. ടേസ്റ്റ് തന്നെയാണ് ഐസ്ക്രീം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഏത് സ്പഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആഡ് ചെയ്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് 10 മിനിറ്റ് ആയി കിടപ്പുണ്ടാവും. അപ്പോൾ ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചുകൂടെ നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തിക്നെസ്സൊക്കെ മാറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബാറ്റർ തിക്കായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇച്ചിരി തിക്കാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് തിക്നെസ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ സ്പാച്ചുല കൊണ്ട് അല്ലെങ്കിൽ തവ കൊണ്ട് കോരുമ്പോൾ അത് കുറച്ചായിട്ട് വീഴണം. അപ്പോൾ ഞാനൊരു 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്. അതിനൊന്ന് ഗ്രേസ് ചെയ്ത് ബട്ടർ പേപ്പർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഹൈറ്റുള്ള ടിന്നാണ് കേട്ടോ. ഒരു 3 ഇഞ്ച് ഹൈറ്റ് ഉള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് എനിക്കിത് തന്നെ മതി, പൊങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് സ്ക്രൂവർ വെച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത നമ്മുടെ ഓവനിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓവനിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഓവൻ സെറ്റപ്പിലും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ കേക്ക്. ഓവനിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓവൻ ഇല്ലാത്തവർ ഓവൻ സെറ്റപ്പിൽ ചെയ്താൽ മതി. ഇനി ഞാൻ നമ്മൾ ബേക്ക് ചെയ്ത ആ ഒരു ടിന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കണം. നമുക്ക് സെറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇതിൽ ഒട്ടിപ്പോട്ട് എടുക്കാൻ പാടായിരിക്കും. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ കവറില്ല, അതൊന്ന് കീറി വെച്ചാൽ മതി. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവർ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പറയാത്തവർ 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് പഞ്ചസാരയും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഞാനിതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുക്കുക. 1 കപ്പ് മതിയാവും. ഒരുപാട് ഡെക്കറേഷൻ ചെയ്യുന്നവർക്ക് അത്രയും വേണ്ടി വരും. അപ്പോൾ ഈ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കുക. ഐസ്ക്രീം ഒരുപാട് തിക്കാവാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ അത് ഭയങ്കര കട്ടയായിപ്പോൾ കട്ടയായിട്ട് നമുക്ക് കിട്ടാൻ പാടില്ല. ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണമെങ്കിൽ മാത്രമേ അത് നമുക്കിതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി. വല്ലാണ്ട് ഞാൻ പുറത്ത് വെച്ചതങ്ങ് ലൂസായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ 8 മണിക്കൂർ സെറ്റ് ആകുമ്പോഴേക്കും അതങ്ങ് ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച്, നമ്മൾ ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതൊന്ന് ഫ്രീസറിലോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ ഇപ്പം ഞാൻ ഇതിൽ ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ക്രഷൊന്നും ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് എൻ്റെ ഇച്ചിരി ഒന്ന് കട്ടിയായിപ്പോയി. അപ്പം കട്ടിയായാലും കുഴപ്പമില്ല, അതിനിടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടണമെന്നേ ഉള്ളൂ. അപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെച്ച് കൊടുക്കാം. എടുത്ത് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മുടെ പഴയ പരിപാടിയാണ് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം, പിന്നെ ഐസ്ക്രീം ഇത്രയും നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം കേക്ക് വെറ്റ് ചെയ്യാണ്ട് വെക്കാൻ പാടില്ല, വെറ്റ് ചെയ്തിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് നമുക്ക് ഐസ്ക്രീം കേക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതേക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിനൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐസ്ക്രീം കേക്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കുറേശ്ശെ വെക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം വിപ്പിംഗ് ക്രീം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചില കസ്റ്റമേഴ്സിന് വിപ്പിംഗ് ക്രീം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ചില കസ്റ്റമേഴ്സ് പറയുമല്ലോ നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് മതിയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇല്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഐസ്ക്രീം വെച്ച് കൊടുക്കുക. ഐസ്ക്രീമിൻ്റെ നല്ല ലൂസായിപ്പോയി, പക്ഷേ 8 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കിട്ടി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തേർഡ് ലെയറും ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇനി മീത് നമ്മൾ ഐസ്ക്രീം നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോഴേ വെച്ച് കൊടുക്കണം. കാരണം ഇനി നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ തേർഡ് ലെയറും കൂടെ വെച്ചിട്ടല്ലേ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴേ ഞാൻ നമ്മുടെ ചോക്ലേറ്റൊക്കെ വെച്ച് കൊടുക്കണേ. ഇനി നമ്മുടെ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോഴേ വെറ്റ് ചെയ്യണം. കാരണം പിന്നെ നമുക്ക് എടുത്തിട്ട് ചിലപ്പോൾ വെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഷുഗർ സിറപ്പ് അങ്ങ് ഊന്ന് ഇറങ്ങത്തില്ല. കാരണം നമ്മൾ നല്ല തണുപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം മെൽറ്റായിപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കുക. നമ്മൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നല്ല രീതിക്ക് നമുക്ക് സെറ്റായി കിട്ടും. നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതെല്ലാം സെറ്റായിട്ട് കേക്ക് നല്ല
എന്താ പറയുക സെറ്റായ നല്ല ഐസ്ക്രീം കേക്കിന് ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടി നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് 8 മണിക്കൂർ ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ കേക്ക് ഇനി പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കേക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ ഇത് ഇളകി വരാൻ കുറച്ച് പാടാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചതുകൊണ്ട് പേടിക്കേണ്ട, സുഖമായിട്ട് ഇളകി പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് പുറത്തോട്ടെടുക്കാം, ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, എളുപ്പത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോർഡ് വെച്ചെടുക്കുന്നുണ്ട്, കേക്ക് ബോർഡ്. അതിൻ്റെ മീതേക്ക് നന്നായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാവൂ, ഇല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ കയറി നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം വിപ്പിംഗ് ക്രീം നമുക്ക് പല രീതിക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ട്, അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ട് ചെയ്യുന്നതാണ് സേഫ്. കാരണം നല്ല ഷേപ്പിന് കിട്ടുകയും ചെയ്യും, വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് കിട്ടും. അപ്പം ഒരുപാട് പാടുമില്ല. ഇതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് ഷേപ്പാക്കി എടുക്കുക. നമ്മുടെ സ്ക്രാപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അതിന് ഷേപ്പായിട്ട് കിട്ടും. വലിയ പാടൊന്നുമില്ല, ഇതുമാതിരി ഇങ്ങനെ വലിയ പാടൊന്നുമില്ല. അപ്പം തുടക്കക്കാർ നമ്മുടെ പൈപ്പിംഗ് ബാഗിനകത്ത് ക്രീം നിറച്ചിട്ട് ചെയ്യാൻ തന്നെ നോക്കുക കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇടാം. അപ്പോൾ ഞാനിത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്ക്രാപ്പർ വെച്ച് ഞാനൊരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. സ്ക്രാപ്പറിനേക്കാളും എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ATM കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് വൃത്തിയാക്കി വെച്ചിരുന്നാൽ അത് ഏറ്റവും നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബാസ്ക്കറ്റിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ ഇച്ചിരി വലിയൊരു ബാസ്ക്കറ്റിൻ്റെ നോസിലാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുത്താൽ അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ നമ്മൾ ഐസ്ക്രീം കേക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം കൊണ്ട് കവേർഡായിട്ട് ഒരു ബാസ്ക്കറ്റ് രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഐസ്ക്രീം മെൽറ്റായാലും വലുതായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് വരത്തില്ല. അത് അവിടെ തന്നെ ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാസ്ക്കറ്റിൻ്റെ മോഡൽ ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഫുള്ള് നമ്മൾ ബാസ്ക്കറ്റ് ആക്കി എടുക്കുക. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ബാസ്ക്കറ്റ് നേരെ തോന്നുന്ന രീതിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ആകുമ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. 2 മിനിറ്റ് മതി, ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മറ്റു ഡിസൈൻ പോലെ നമുക്ക് ചിന്തിച്ചിരിക്കുമെന്ന് വേണ്ട എന്ത് ചെയ്യണമെന്ന്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ തന്നെ ഇതിന് ചെയ്യുന്നത് നല്ലതുമാണ്. ഇത് ഫുള്ളൊന്ന് ബാസ്ക്കറ്റ് ഡിസൈൻ വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഫുള്ളൊന്ന് ബാസ്ക്കറ്റ് ഡിസൈനാക്കി കവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഡിസൈൻ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഓർഡർ കേക്കാണ്, അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒരു പുത്തൻ കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.